ഹലോ ഗെയ്സ്, ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇന്ത്യൻ പ്രീമിയർ ലീഗിനെ സംബന്ധിച്ചാണ്. IPL ഇന്ന് രണ്ടാം ക്വാളിഫയർ മത്സരം നടക്കുകയാണ്. ന്യൂ ചണ്ഡീഗഡ് സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 7:30 മത്സരം ആരംഭിക്കുന്നത്. രാജസ്ഥാൻ റോയൽസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള മത്സരമാണ് ഇന്ന് നടക്കുന്നത്. എന്തായാലും IPLന്റെ ഫൈനലിൽ RCBയുടെ എതിരാളി ആരെന്ന് നമുക്ക് ഇന്ന് അറിയാൻ വേണ്ടി കഴിയും. ആദ്യത്തെ പോരാട്ടത്തിൽ ഒന്നാം ക്വാളിഫയർ മത്സരത്തിൽ RCBയോട് പരാജയപ്പെട്ടാണ് ഗുജറാത്ത് ടൈറ്റൻസ് എത്തിയിരിക്കുന്നത്. അതേസമയം എലിമിനേറ്റർ പോരാട്ടത്തിൽ ശക്തരായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചാണ് രാജസ്ഥാൻ റോയൽസ് രണ്ടാം ക്വാളിഫയർ മത്സരം കളിക്കാൻ ഇന്നെത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ജയിക്കുന്ന ടീമിന് നേരെ ഫൈനലിലെത്താം. അതേസമയം തോൽക്കുന്ന ടീമിന് പുറത്തു പോകേണ്ടതായിട്ട് വരും. അത് കാരണം രണ്ട് ടീമുകളെ സംബന്ധിച്ച് ഇന്ന് ജയിക്കുക എന്നുള്ളതാണ് അവരുടെ മുന്നിലെ വലിയ ലക്ഷ്യം എന്ന് തന്നെ പറയാം. അത് കാരണം ആരാധകരെ സംബന്ധിച്ച് വലിയ ആവേശം നിറഞ്ഞ ഒരു മത്സരം തന്നെയാണ് ഇന്ന് കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ മത്സരത്തിലെ ഏറ്റവും പ്രധാന താരമെന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ യുവ ഓപ്പണറായ 15 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശി തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ വൈഭവ് സൂര്യവംശി SRHനെതിരെ 97 റൺസായിരുന്നു നേടിയത്. ഇന്നും ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് വിസ്മയം ഉണ്ടാകുമോ എന്നുള്ളതാണ് ആരാധകരെല്ലാം ഉറ്റുനോക്കുന്നത്. കൂടാതെ ഓറഞ്ച് ക്യാപ്പ് ഇപ്പോൾ വൈഭവ് സൂര്യവംശിയുടെ തലയിൽ തന്നെയാണ്. അതിനാൽ ഓറഞ്ച് ക്യാപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം കൂടിയാകും ഇന്ന് നടക്കുക. വൈഭവിനെ കൂടാതെ തൊട്ടു പിന്നാലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ സായി സുദർശനും ശുഭ്മാൻ ഗില്ലുമൊക്കെ ഓറഞ്ച് ക്യാപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. അത് കാരണം ഇന്ന് നടക്കുന്ന മത്സരത്തിൽ വലിയൊരു ബാറ്റിംഗ് പ്രകടനം തന്നെ ഇരു ടീമുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനാണ് സാധ്യതയുള്ളത്. എന്തായാലും ആവശ്യകരമായ ഒരു മത്സരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അടുത്ത അപ്ഡേറ്റ് കേരള ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് ആണ്. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ടൂർണമെന്റിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സൽമാൻ നിസാറാണ് കേരള ടീമിനെ നയിക്കുന്നത്. സൽമാൻ നിസാറിനെ കൂടാതെ രോഹൻ കുന്നുമേലും മുഹമ്മദ് അസദുദ്ദീനും കൃഷ്ണപ്രസാദും യുവതാരങ്ങളായ ഷോൺ റോജർ, അഹമ്മദ് ഇമ്രാൻ എന്നിവരൊക്കെ ടീമിലുണ്ട്. അതേസമയം വിഷ്ണു വിനോദും ഏദൻ ആപ്പിൾടോം തുടങ്ങിയ താരങ്ങളെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേരളം ഈ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. മെയ് 31 ഡെറാഡൂണിൽ വെച്ചാണ് ടൂർണമെന്റിന് തുടക്കമാകുന്നത്. കേരളത്തിന്റെ ആദ്യ മത്സരം ശനിയാഴ്ചയാണ്. നേപ്പാളിനെതിരെയാണ്. കേരളം D ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. ഏകദിന ശൈലിയിലാണ് ഈ ടൂർണമെന്റ് നടക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് ആണ്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 3 മത്സരങ്ങൾ അടങ്ങുന്ന T20 പരമ്പര ഇംഗ്ലണ്ടിൽ നടക്കുകയാണ്. ആദ്യ മത്സരം ഇന്നലെയായിരുന്നു നടന്നത്. ആ ഒരു മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ 38 റൺസിന്റെ വിജയം നേടിയിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 8 വിക്കറ്റ് നഷ്ടത്തിൽ 188 റൺസ് നേടിയപ്പോൾ ഇംഗ്ലണ്ടിന് 150 റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞുള്ളൂ. ഇന്ത്യക്ക് വേണ്ടി 2 താരങ്ങളാണ് അർദ്ധ സെഞ്ചുറികൾ നേടിയത്. ജമീമ റോഡ്രിഗസും യാസ്തിക ഫാട്ടിയയുമാണ് അർദ്ധ സെഞ്ചുറി നേടിയത്. ജമീമ 68 റൺസ് നേടിയപ്പോൾ യാസ്തിക 54 റൺസാണ് ഇന്ത്യക്ക് വേണ്ടി നേടിയത്. അതേസമയം ഇന്ത്യൻ ക്യാപ്റ്റനായ സ്മൃതി മന്ദാനയ്ക്ക് റൺസ് ഒന്നും നേടാൻ കഴിഞ്ഞില്ല. 0-ന് താരം പുറത്തായത്. എന്തായാലും 3 മത്സരങ്ങൾ അടങ്ങുന്ന T20 പരമ്പരയിൽ ഇന്ത്യ ഇപ്പോൾ 1-0 പരമ്പരയിൽ മുന്നിലെത്തിയിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡും അയർലൻഡും തമ്മിൽ നടക്കുന്ന ഏക ടെസ്റ്റ് മത്സരത്തെക്കുറിച്ചാണ്. ഈ ഒരു ടെസ്റ്റ് മത്സരത്തിന്റെ 2ാം ദിനം അവസാനിച്ചപ്പോൾ ന്യൂസിലാൻഡിന്റെ ഒന്നാം ഇന്നിംഗ്സ് 8 വിക്കറ്റ് നഷ്ടത്തിൽ അവർ 490 റൺസിന് ഡിക്ലെയർ ചെയ്തു. ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച അയർലൻഡ് 179 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. തുടർന്ന് ഫോളോ ഓൺ ഭീഷണിയിൽ നിൽക്കുന്ന അയർലൻഡ് 2ാം ഇന്നിംഗ്സിൽ ഇപ്പോൾ 2ാം ദിനം കളി നിർത്തിയപ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 65 റൺസ് നേടിയിട്ടുണ്ട്. ന്യൂസിലാൻഡ് ബാറ്റിംഗ് നിരയിൽ നോക്കുകയാണെങ്കിൽ ഒന്നാം ഇന്നിംഗ്സിൽ ന്യൂസിലാൻഡിന്റെ 2 താരങ്ങളാണ് സെഞ്ചുറി നേടിയത്. രാച്ചിൻ രവീന്ദ്ര 121 റൺസ് നേടിയപ്പോൾ ടോം ബുൾഡസ് ന്യൂസിലാൻഡിന് വേണ്ടി 186 റൺസാണ് നേടിയിരിക്കുന്നത്. ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.